കയ്യടി ഒന്നുകൂടി ആവാം, ഒന്നുകൂടി ഉറക്കം കയ്യടിക്കണം. കാരണം നമ്മുടെ ഭാഷാ പ്രവർത്തനത്തിന്റെ ഒരു അത്യാവശ്യ ഘടകമാണ് ഈ കുട്ടികളെല്ലാം. കാര്യവാഹികളായ ട്രെയിനേഴ്സാകും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെല്ലാം പറഞ്ഞതിൽ കൂടുതലായി എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. കാരണം ഇത്രയും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. കുട്ടികളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഈ ടീച്ചറിൻ്റെ മോള് എനിക്കത് പ്രത്യേകിച്ച് ആരും അറിഞ്ഞൂടായിരിക്കും. ഞാൻ ഓൺലൈനിലൂടെ അത് കണ്ടു. ആ കുട്ടി എന്ത് നല്ലതുപോലെയാണ് മലയാളം കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് ആലോചിച്ചപ്പോൾ അഭിമാനം തോന്നി നിങ്ങളോട് എല്ലാവരോടും. അത്രയും നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ നാട്ടിൽ ഇത്രയും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നത്. അതിന് ഞാൻ അങ്ങേയറ്റ കോർഡിനേറ്ററിനെയും സ്റ്റാഫ് അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. എന്നും കുട്ടികളെ മുടങ്ങാതെ ക്ലാസ്സിൽ വരാനും അവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാർക്ക് അവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു സ്കൂൾ തന്നെ കൊണ്ട് നടത്തുന്ന എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ക്ലാസ്സിൽ അയക്കാനോ അവരെ മലയാളം പഠിപ്പിക്കാനോ എനിക്ക് കഴിയില്ല. പക്ഷേ എൻ്റെ കുട്ടികളെ കമ്മിറ്റിക്ക് മലയാളം തന്നെ പൂർണ്ണമായിട്ടും നല്ല ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഭാഷകൾ വായിക്കാനോ അവരെ പഠിപ്പിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള തലമുറ ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നു. രാമായണം ഞാൻ രാമായണം വായിക്കുകയും തപ്പാടിക്കും ഉറങ്ങാതെ വരികയും 41 ദിവസവും ഓരോരോ ഉപവാസങ്ങളും ഓരോ കാര്യങ്ങളും നടത്താൻ കഴിയുന്നു. എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചോദ്യം എൻ്റെ കുട്ടിയിൽ ഇന്നും ഒരു കുട്ടിയായിട്ട് കിടപ്പുണ്ട്. അത് എൻ്റെ വിഷമം. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് മാത്രം. നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുത്ത് ഇതെല്ലാം ചെയ്യുന്നതിന് അങ്ങനെയൊക്കെ അഭിനന്ദിക്കുന്നു. ശരി, വളരെ ചെറിയ വാക്കുകളിൽ വികാരത്തിൻ്റെ ഒരു മഹാഭാരതം തന്നെ പറഞ്ഞ നളിനി ടീച്ചർ വളരെ വ്യക്തമായും ശക്തമായും മലയാള ഭാഷ വരും തലമുറയ്ക്ക് എന്താകണം, എന്താകും, എന്തുകൊണ്ട് അത്യാവശ്യമാണെന്നുള്ളത് സൂചിപ്പിച്ചു. കാരണം നമ്മൾ പറയാറുണ്ട്, ഒരു സന്ദേശം കൊടുക്കുന്നതിന്, ഒരു സന്ദേശം ഒരു തലമുറയ്ക്ക് കൈമാറുന്നതിന് നമ്മുടെ തലമുറ, നമ്മുടെ പിതാമഹന്മാർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുമ്പ് പറഞ്ഞു, കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിൽ പല പല മഹാകാവ്യങ്ങളുണ്ടായി. രാമായണം, മഹാഭാരതം, ഭാഗവതം, പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും, ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും തുഞ്ചൻ എഴുത്തച്ഛനും, ആധുനിക കവിത്രയങ്ങളായ വള്ളത്തോടും ഉള്ളൂരും കുമാരനാശാനും, അങ്ങനെ ആംഗലേയ സാഹിത്യത്തിലെ ഹോമറിനെയും ഇലിയഡിനെയും കവച്ചു വെച്ച മഹാഭാരതം വേദവ്യാസൻ എഴുതിയെന്ന് പറയപ്പെടുന്ന ആ ഒരു മഹാഭാരതത്തിനെ വെല്ലാൻ
ഇന്ന് ലോകത്തിന് കൊടുക്കാൻ സന്ദേശമില്ല. കാരണം ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം ഒരു ലോകത്തിൻ്റെ തന്നെ നാശത്തിൽ എത്രത്തോളം, ഒരു കുടുംബത്തിലൂടെ ലോകം വളരുന്നതും ഒരു കുടുംബത്തിലൂടെ ലോകം നശിക്കുന്നതും, ഒരു കുടുംബത്തിൻ്റെ കാരണവർ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അന്ധനായ, അന്ധതയുടെ നഷ്ടമല്ല, അന്ധത മനസ്സിൻ്റെ ആയാലും ഒരുപാട് കാര്യങ്ങൾ മഹാഭാരതത്തിലൂടെ മനസ്സിലാക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിലൂടെ മനസ്സിലാക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മഹാഭാഗവത്തിലൂടെ മനസ്സിലാക്കാറുണ്ട്. അതൊന്നും ഇപ്പോഴീ സാഹചര്യത്തിൽ പറയേണ്ട കാര്യമില്ല. മലയാള ഭാഷ എന്ന് പറയുന്നത് വളരെ സരളമാണ്, സാഹിത്യപരമാണ്, നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. അതിൻ്റെ എളിമയും തനിമയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാകാവ്യങ്ങൾ വായിക്കുന്നതും വള്ളപ്പാട്ടുകൾ പാടുന്നതും ഏറ്റവും നല്ല രീതിയിൽ പ്രേമം അവതരിപ്പിച്ച ചങ്ങമ്പുഴയും ഏറ്റവും നല്ല രീതിയിൽ തന്നെ വിരഹം പറഞ്ഞ ഉള്ളൂരും കുമാരനാശാനും ഇന്ന് ഞാൻ നാളെ നീ ഒരു ശവപ്പെട്ടി അല്ലെങ്കിൽ ഒരു വിലാപയാത്ര തെരുവിലൂടെ പോകുമ്പോൾ അത് നോക്കി അതിൻ്റെ പുറകിൽ എഴുതി വെച്ചിരുന്ന ഇന്ന് ഞാൻ നാളെ നീ എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു വികാരം ഒരു മഹാകവിതയായി മാറി. ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ, ഇന്നും പ്രതിച്ഛലിക്കുന്നത് തന്നെ ഓർമ്മയും. അങ്ങനെ നീണ്ടുപോകുന്ന ആ കവിതയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്ദേശമുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് നീ ചെയ്യുന്ന എന്തും നാളെ നിനക്ക് താങ്ങാവും. ഇന്ന് നീ ഇട്ടിട്ട് പോകുന്ന വിത്തുകൾ നാളെ നീ ഉദ്ദേശിക്കുന്ന മരങ്ങളായി മാറും. ആ മരങ്ങൾ മറ്റുള്ളവർക്ക് തണലായി മാറും. അത് സമാജമായാലും സാഹിത്യ പ്രവർത്തനമായാലും അവരവരെ കൊണ്ടുനോക്കുന്ന രീതിയിൽ സമൂഹത്തിന് കൊടുക്കുന്ന സംഭാവനകളാണ്. അതിലൊന്നാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആ മഹതിക്ക് അങ്ങനെയെങ്കിലും രണ്ട് അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പല പല കാര്യങ്ങളുടെ കൂട്ടത്തിലൊരു സ്കൂൾ തന്നെ മലയാള ഭാഷയുടെ നടത്തിപ്പിനായിട്ട് വിട്ട് പല പ്രാവശ്യം ഞാൻ ടീച്ചറെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവരെഴുതിയ പുസ്തകം എനിക്ക് സംഭാവനയായിട്ട് തന്ന പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചിരുന്നു. വളരെ വളരെ എളിമയായ രീതിയിൽ സ്വന്തം മനസ്സിന്റെ ഉള്ളറകൾ തുറന്നു കാട്ടിയ എത്രയോ കവിയത്രികളും കവികളും നമുക്കുണ്ട്. ഒപ്പം മനുഷ്യരെല്ലാവരും മഹത്തായ സംഭാവനകൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഒരു വലിയ കാര്യം രചിക്കാൻ കഴിയുന്നതാണ് മലയാളിയുടെ മഹത്വം. സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്ന പോലെ ഞാൻ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് മാത്രം പറയാൻ പറ്റുന്ന ഇതാണ് സദ്യക്ക് വടക്ക് നിർത്തി നമ്മൾ ജപിക്കുന്ന നാമം. കുടുംബത്ത് ആ സമയത്തുണ്ടാകുന്ന ഒരു അന്തരീക്ഷം, നാമജപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്ന നമ്മുടെ സംസ്കാരം സത്യത്തിൽ കേരളത്തിൽ മാത്രം അന്യം നിന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വെളിയിലേക്ക് നമ്മൾ നീട്ടിയിരിക്കുന്ന ദീപശിഖയിൽ ഒന്നാണ് മലയാള ഭാഷ. മലയാളം എവിടെയുണ്ടോ അവിടെ മലയാളം എത്തും. മലയാളത്തിനൊപ്പം മലയാളത്തിൻ്റെ സംസ്കാരം എത്തും. മാതൃത്വം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സംഭാവനയാണ്. മലയാളം മാത്രമേ മാതൃത്വത്തെ മാറ്റായിട്ട് വാഴ്ത്തിയിട്ടുള്ളൂ. ഒപ്പം എന്നും മലയാള ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള മാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൺമറഞ്ഞു പോയ സുഗതകുമാരിയായാലും ഇനിയും ഇന്നും ജീവിച്ചിരിക്കുന്ന പല കവയത്രികളായാലും കവികളായാലും പുതിയ ഒരു എഴുത്തച്ഛനോ പുതിയൊരു ചെറുശ്ശേരിയോ പുതിയൊരു വണ്ണത്തോടോ പുതിയൊരു കുമാരനാശനോ നമുക്ക് കിട്ടില്ല. പക്ഷെ പുതിയ പുതിയ പേരുകളാണ് നമുക്ക് കാലത്തോടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരും ആരെയും ആവർത്തിക്കുന്നുമില്ല, ആരും ആരെയും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുമില്ല. പക്ഷെ എല്ലാവരും ഓരോ കിട്ടുന്ന സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ കണ്ട ഈ കുരുന്നുകളുടെ പ്രകടനം എന്ന് പറയുന്ന സത്യത്തിൽ കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്ര മനോഹരമായിട്ട് മലയാളം പറയുന്നു, ഇത്ര മനോഹരമായിട്ട് മലയാളം പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന എന്തോരം കഷ്ടപ്പെട്ട് കാണും അവരെ പഠിപ്പിച്ച ആ അധ്യാപികമാരായാലും അധ്യാപകന്മാരായാലും അതൊരു വലിയ കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും കാണാതിരിക്കരുത്. എല്ലാ രക്ഷകർത്താക്കളോടും എനിക്കുള്ള അഭ്യർത്ഥന ഒന്ന് മാത്രമാണ്, മലയാളം പഠിപ്പിക്കുന്നതിൻ്റെ അല്ലാതെ മലയാളം പഠിക്കുന്നതിൻ്റെ ഒരു പ്രയോജനവും നോക്കി മാത്രമാകരുത് മലയാളം പഠിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ വരുന്നത്. മലയാളം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മലയാളം പഠിച്ചെങ്കിൽ മാത്രമേ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്നും മലയാള മിഷൻ നന്നായി വരട്ടെ. സബർമതിയുടെ മലയാള മിഷന്റെ പഠന കേന്ദ്രം പുതിയ പുതിയ ഭാഗങ്ങളിൽ എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സാർ, ഇനി നമുക്ക് നിങ്ങളെല്ലാവരെയും ആസ്വദിപ്പിക്കാൻ നൃത്തച്ചുവടുകളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഒരു കൊച്ചുമണിക്ക് അർപ്പിതാപ്പുള്ള Cek 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 cek
ഇന്നത്തെ പൊതുയോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ സെൻട്രൽ കമ്മീഷനിൽ നിന്നും വന്ന ഭാരതീയരും ഇവിടുത്തെ പുതിയ എല്ലാ മലയാളികളും പാടുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്ര നല്ലൊരു പ്രോഗ്രാം മലയാളം മിഷന്റെ കൊച്ചുകുട്ടികൾ ഞാൻ അതിശയിച്ചു പോയി പാട്ട് പാടിയത്. അല്പം ചിലപ്പോൾ തെറ്റുണ്ടെങ്കിലും പക്ഷെ എന്നാലും മലയാളത്തിൽ ഇത്ര നല്ല രീതിയിലാണ് കൊച്ചു പാട്ട് പാടി